എല്ലാ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ പരിവാർ എന്ന സിനിമ ഇപ്പോൾ വരാനായിട്ട് പോവുകയാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. അതായത് ഭാസ്കരൻ പിള്ള, ഏകദേശം അദ്ദേഹത്തിന് പ്രായം 99 വയസ്സായി. കട്ടിലിൽ മരിക്കാനായിട്ട് കാലിനെയും കാത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളായി. മരിക്കേണ്ട തീയതി കാലിൻ്റെ കയ്യിൽ ആയതിനാൽ ആൺമക്കൾ 4 പേരും അച്ഛൻ്റെ ചുറ്റും ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. പക്ഷെ ഇയാൾ മരണപ്പെടുന്നില്ല. അപ്പൊ വിഹിതങ്ങളെല്ലാം കിട്ടി അവരെല്ലാം അവരുടേതായ ലോകത്ത് കഴിഞ്ഞുകൂടുന്ന മക്കളാണ്. അതുകൂടാതെ ഇവര് 4 പേരും ആജന്മ ശത്രുക്കളെ പോലെയാണ്. പക്ഷെ ഭാസ്കര പിള്ളയുടെ വലതു കൈയിൽ കിടക്കുന്ന ഒരു വജ്രമോതിരത്തിലാണ് ഇവരുടെ 4 പേരുടെയും നോട്ടം. അപ്പൊ വിശ്വാസങ്ങളും ആചാരങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ആ വജ്രമോതിരം സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് മക്കള് നടത്തുന്നത്. ഇതിനിടയിലാണ് ഭാസ്കരൻ പിള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് കാലപുരയിലേക്ക് യാത്രയായി. അപ്പോൾ ആചാരപ്രകാരം ദഹിപ്പിക്കാൻ വേണ്ടി ഭാസ്കര പിള്ളയുടെ വിരലിൽ നിന്നും മോതിരം ഊരേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ഊരാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇവരെല്ലാം സംഘർഷത്തിലാവുന്നു. ഒടുവിൽ അച്ഛൻ്റെ ചിതയോടൊപ്പം മോതിരവും ദഹിപ്പിക്കാനായിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത്. അപ്പോൾ ചിതയുടെ ചൂടാറും മുമ്പ് മോതിരത്തിനായി കാത്തു നിൽക്കുന്ന മക്കൾ 4 പേരും. എന്നാൽ ആചാരങ്ങൾ മുറുകെ പിടിക്കുന്ന കുടുംബമായതിനാൽ കാക്കബലിയിൽ കൊത്താതെ അസ്ഥി എടുക്കാൻ കഴിയില്ലെന്ന് അവരെ നിരാശരാകുന്നു. അപ്പോൾ ചിതയുടെ ചൂടാറി തണുത്തതോടെ മക്കൾ 4 ഭാസ്കരപിള്ള ചിത മാന്താൻ തുടങ്ങുന്നവർ. പക്ഷെ ഏവരെയും അത്ഭുതപ്പെടുത്തുകൊണ്ട് മോതിരം ഇവിടേക്കോ അപ്രത്യക്ഷം. മോതിരം കാണുന്നില്ല. പഠിച്ച പണി 18 നോക്കിയിട്ടും മോതിരം എവിടെ പോയെന്ന് മക്കൾ 4 പേർക്കും കണ്ടെത്താനാവുന്നില്ല. മോതിരം വജ്രമാണെന്ന സത്യം ഉറപ്പുള്ള മക്കൾക്കും ബന്ധുക്കൾക്കും മോതിരം നഷ്ടപ്പെട്ടു പോയ ചിന്ത കൂടുതൽ സംഘർഷഭരിതവും വട്ടുപിടിപ്പിക്കുന്നതായി മാറുന്നു. മോതിരം കിട്ടാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് പരിവാർ. ഉത്സവ് രാജീവ്, ഫഹദ് നന്ദു എന്നിവർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന പരിവാർ എന്ന ചിത്രത്തിൽ ഭാസ്കര പിള്ളയായി ഉണ്ണി നായരും മക്കളായി ഇന്ദ്രൻസ്, ജഗദീഷ്, പ്രശാന്ത്, അലക്സാണ്ടർ, ഋഷികേശ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഫ്രാഗ്രന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസിന്റെ ബാനറിൽ ആൻ സജീവ് പി കെ ഇവർ 2 പേരും കൂടി ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണിത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങള്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം വിശദമായിട്ട് സിനിമയിലെ കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാം. സിനിമ നല്ലതാണോ മോശമാണോ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.